വലിയ ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ ഉന്നയിച്ചത്. അതിനുശേഷം ഇപ്പോൾ ടിനി ടോം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു. എന്താണ് പറയാനുള്ളത്? നിഷേധിക്കാലോ, വേറെന്ത് പറയാനാ, ഞാൻ സില്ലിയായിട്ട് നിഷേധിക്കാലോ. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട് പറഞ്ഞു എന്നുള്ളതിന്. ഇത് കേട്ടു എന്ന് എന്നോട് പറഞ്ഞ എക്സിക്യൂട്ടീവ് അംഗം അമ്മയിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ആ പരാതിയിൽ കൃത്യമായിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പരാതിയുടെ കോപ്പി കയ്യിലുണ്ട്? എൻ്റെ കയ്യിലുണ്ട്. തെളിവും കയ്യിലില്ലാതെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നാണ് ടിനി ടോം നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് എൻ്റെ പേര് മാത്രം വെച്ചിട്ട് പറയാൻ പാടില്ല. വ്യക്തിവൈരാഗ്യം അങ്ങനെയല്ല തീർക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ആരോപണങ്ങൾ വരുന്നത്? അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും ശിശുവാണ്. എനിക്ക് ആകെയുള്ള ഒരു കാര്യം, ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാനുള്ള കാരണം, ഞാൻ കമ്മിറ്റിയിലെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മെജോറിറ്റി യെസ് പറയുന്ന കാര്യത്തിന് ഞാൻ നോ പറയാറുണ്ട്. അത് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട് നോ പറയണതാ. എന്റെ ധാർമ്മികതയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നതിന് ഞാൻ ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് യെസ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തതിനൊക്കെ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നം വരുന്നത്. സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് കൊണ്ട്, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുള്ളത് എന്റെ മൗലിക അവകാശമാണ്. അത് ആർക്കും നിർത്താനുള്ള അവകാശമൊന്നുമില്ല. സ്ത്രീ അഭിപ്രായം പറയുന്നു എന്നതിനാണോ പ്രശ്നം? ഒരു സ്ത്രീ അഭിപ്രായം പറയുന്നതിനാണോ പ്രശ്നം, ഞാൻ അഭിപ്രായം പറയുന്നതിനാണോ പ്രശ്നം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മതം ഒക്കെ കൂട്ടിക്കലർത്തിയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചെന്നാണ് പറയുന്നത്. ഒന്നാമത് കുറെ അവിഹിത കഥകൾ ഞാൻ തന്നെ കേട്ടു. ഇനി കേൾക്കാത്ത കഥകൾ വേർഷൻ വല്ലതും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരാളെ തകർക്കാൻ അടുത്തത് ഇതേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി കൊലപാതകം അടുത്തയിലേക്ക് എത്തണം. നിയമ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു? ഇതുവരെ ഒന്നും സ്വീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ വിഷമം മാത്രമല്ല, ഭയങ്കര ട്രോമ ആയിപ്പോയി. ഞാൻ അങ്ങനെ രാജിവെച്ചതാ. പിന്നെ അതിനി പറഞ്ഞ് വീണ്ടും പ്രതികാര നടപടികൾ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ പുറത്ത് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു. അമ്മ അംഗമായി ഇപ്പോഴും തുടരുകയാണ്? അംഗമായിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഞാൻ രാജിവെച്ചു. ഇനി ഈ കമ്മിറ്റിയിൽ എന്തായാലും തിരിച്ചു കയറാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അവിടുത്തെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ എന്നെ വിളിച്ച് സപ്പോർട്ട് പറയുന്നുണ്ട്. കുറേ ആക്റ്റീവായിട്ടൊരു 400ഓളം മെമ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ സങ്കടമുണ്ട് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ. അംഗത്വത്തിൽ തുടരാനാണ് തീരുമാനം? ഇപ്പം അംഗത്വത്തിൽ തുടരാന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഇനിയിപ്പം ഇതൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ട് പുറത്താക്കുമെന്ന് അറിയില്ല. അംഗത്വം രാജിവെക്കുന്നതിനെ കുറിച്ച് ഏതായാലും ആലോചിക്കുന്നില്ല? ഇപ്പം ഞാൻ ആലോചിച്ചിട്ടില്ല. പരാതിയൊക്കെ ഉയർന്ന, ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷം അമ്മ ഭാരവാഹികൾ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ പരാതിയൊക്കെ ഉയർന്നതിന് ശേഷം ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്തതിനെ പറ്റി ഞാൻ സംസാരിച്ചു. ഞാൻ മീഡിയാസിൽ സംസാരിച്ചു. അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്മയിൽ ഏറ്റവും കൂടുതൽ പരാതി ഇട്ട ഒരാൾ ഞാനായിരിക്കും. എൻ്റെ ഒരു പരാതിക്കും അവിടെ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അതിൽ മെജോറിറ്റി പരാതികൾ അവിടെ എടുത്തിട്ടുമില്ല. കണ്ടെന്ന ഭാവം പോലും നടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിന് ഞാൻ പരാതി ഇട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പരാതി ഇട്ടിട്ടില്ലായിരുന്നു. താങ്കൾ പറയുന്നത് താങ്കൾ അവിടെ ജോയിന്റ് സെക്രട്ടറിയായി ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാളാണ്. താങ്കളുടെ പരാതി പോലും അവിടെ പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ള അംഗങ്ങളുടെ പരാതി എങ്ങനെയായിരിക്കും അവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? വളരെ പരിതാപകരമായിരിക്കും. അവിടുന്ന് പരാതി പോയി കഴിഞ്ഞാൽ അതിൽ നീതി ലഭിക്കില്ലെന്നാണോ? എനിക്ക് തോന്നണില്ല. ചിലപ്പോ നീതി ലഭിക്കുമായിരിക്കും. പക്ഷേ ആൾക്കനുസരിച്ചായിരിക്കും നീതി ലഭിക്കുക. ആളുകൾക്കനുസരിച്ച് മാത്രമേ നീതി ലഭിക്കുള്ളൂ? അതുറപ്പാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ന് തുറന്നു പറച്ച് നടത്തിയതിനു ശേഷം ശ്വേതാ മേനോനോ കുക്കു പരമേശ്വരനോ അല്ലെങ്കിൽ ഭാരവാഹികളിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ശ്വേത ചേച്ചി, ഞാനിപ്പോൾ ഒരു ന്യൂസ് കണ്ട് എന്നെ വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, പിന്നെ എയർപോർട്ടിലായിരുന്നു. എന്നെ വിളിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ മിസ്ഡ് കോളൊന്നും കണ്ടില്ല. സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു പരാതി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയ്ക്കിപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അതുമായി സഹകരിക്കും? പിന്നെ എല്ലാം അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എല്ലാം അന്വേഷിക്കണം. എന്തെങ്കിലും നടപടി, ടിനി ടോമിനെതിരെ നടപടി വേണമെന്ന ആവശ്യമുണ്ട്. അദ്ദേഹം ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ശരിക്കും അമ്മയിൽ നിന്ന് മെമ്പർഷിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടത്. അത്രേ ഉള്ളൂ. കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാനാ, ഞാൻ ഈ കാണുന്ന ഞാനേ ഉള്ളൂ, അല്ലാതെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും